യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 23-ാം വാക്യം ഒടുവിലത്തെ ഭാഗം. കാലവും സകല ദർശനത്തിൻ്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നു. ദൈവം സർവജ്ഞാനിയാകയാൽ പൂർവകാലവും നടന്നുകൊണ്ടിരിക്കുന്നതും മേലാൽ സംഭവിപ്പാനുള്ളതും അറിയുന്നവനാണ്. അതിൽ കുറേ കാര്യങ്ങൾ മനുഷ്യർ അറിയുവാനും അതിലൂടെ ദൈവത്തെ ഭയപ്പെട്ട് അനുസരിക്കുവാനുമായി ചിലർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ വെളിപ്പെടുത്തിയതിനെ അവർ എഴുതിയിരിക്കുന്നത് ബൈബിളിൽ നാം വായിക്കുന്നു. സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവം വെളിപ്പെടുത്തിയവയാകയാൽ അവയെല്ലാം കൃത്യതയുള്ളവയായിരിക്കും. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 100 കണക്കിന് പ്രവചനങ്ങൾ നിറവേറിയത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാകും. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ലോക സംഭവങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാം. ബൈബിളിലെ ഇനിയും നടക്കുവാനുള്ള പ്രവചനങ്ങളെ വിശകലനം ചെയ്യുന്നവർക്ക് ഇനി കാലം ഏറെ മുന്നോട്ട് പോവുകയില്ലെന്ന് നിസ്സംശയം ഗ്രഹിക്കാനാകും. ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അതിപ്രധാന കാര്യം യേശുവിൻ്റെ 2-ാം വരവാണ്. യേശുവിൻ്റെ 2-ാം വരവ് 2 ഘട്ടങ്ങളായാണ് സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യ ഘട്ടത്തിൽ യേശു മേഘത്തിൽ അഥവാ ആകാശമധ്യേ വരികയും തൻ്റെ സകല വിശുദ്ധന്മാരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചും രൂപാന്തരപ്പെടുത്തിയും തൻ്റെ അടുക്കൽ ചേർക്കുകയും ചെയ്യും. അനന്തരം ഭൂമിയിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം നടക്കുകയും അതേസമയം ഭൂമി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കൊടിയ യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പങ്ങളും വ്യാധികളും തുടങ്ങിയുള്ള ദൈവത്തിൻ്റെ ന്യായവിധികൾ ഏറ്റുവാങ്ങുകയും ചെയ്യും. അനന്തരം യേശു തൻ്റെ 2-ാം വരവിൻ്റെ 2-ാം ഘട്ടത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എതിർ ക്രിസ്തുവിനെയും തൻ്റെ സഹായിയായ കള്ളപ്രവാചകനെയും എരിയുന്ന തീച്ചൂളയിൽ തള്ളിയിടുകയും സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലയാൽ ബന്ധിക്കുകയും അഗാധത്തിൽ പൂട്ടിയിടുകയും ചെയ്യും. 1000 ആണ്ട് യേശു ഭൂമിയെ ഭരിച്ചനന്തരം അന്ത്യന്യായവിധി നടത്തുകയും സാത്താനെയും ദൂതന്മാരെയും നിത്യശിക്ഷാവിധിയിൽ തീച്ചൂളയിലാക്കുകയും ചെയ്യും. തുടർന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകല മനുഷ്യരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ നിത്യദണ്ഡനം അനുഭവിക്കുവാൻ തള്ളിയിടും. വിശുദ്ധന്മാർ ദൈവത്തോടൊപ്പം നിത്യസ്വർഗത്തിൽ വസിക്കും. ആകയാൽ യേശുവിൻ്റെ വരവിനെ എതിരേൽക്കാൻ നമുക്കൊരുങ്ങാം. ഗോഡ് ബ്ലസ് യു.